കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി നേടിയ ഒരു പദ്ധതിയാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ. കാരണം രാസലഹരിയുടെ ഹബ്ബായി മാറുന്ന കേരളത്തെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ ഓപ്പറേഷൻ തൂഫാന് പിന്തുണയർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ 14 ജില്ലകളിൽ വിവിധയിടങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും ഡാൻസ് ഓഫ് ടീമിന്റെയും അടക്കം നേതൃത്വത്തിൽ നടന്ന റെയ്ഡുകളിൽ നിരവധി രാസലഹരി വിൽപ്പനക്കാരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. രമേശ് ചെന്നിത്തല രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ഒരു തീരുമാനം കൂടി വന്നു. ദേശീയ സംഘത്തെ കൂടി, അതായത് കേന്ദ്ര സർക്കാരിനെ കൂടി ഉൾപ്പെടുത്തി ഈ പദ്ധതിയുമായി സഹകരിപ്പിച്ച് ദേശീയ അന്വേഷണ ഏജൻസികളെ കൂടി ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിൽ പലപ്പോഴും രാസലഹരി വിദേശത്ത് നടക്കം കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം കേസുകളിൽ കേരള പോലീസിന് പ്രതികളെ കണ്ടെത്തുക എന്നത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇത് ഒരു കാലത്ത് രാസലഹരികൾ ലഭിച്ചിരുന്നത് വൻകിട നഗരങ്ങളായ അല്ലെങ്കിൽ മെട്രോ സിറ്റികളായ ബോംബെയിലും ഡൽഹിയിലും ബംഗളൂരുവും എല്ലാമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളം രാസലഹരിയുടെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. എന്തിനേറെ കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും മാത്രമല്ല, കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലടക്കം രാസലഹരി സുലഭമായി യുവാക്കളുടെയും കുട്ടികളുടെയും കൈകളിലേക്ക് എത്തുകയാണ്. രാസലഹരിയുടെ ഒഴുക്ക് തടയാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർഭാഗ്യവശാൽ നമ്മുടെ സേനകൾക്ക് കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ഇത് വെറും കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് DJ പാർട്ടികൾക്കകത്ത് വൻകിട ഹോട്ടലുകളെല്ലാം രാസലഹരികൾ ഒഴുകുന്ന പാർട്ടികൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പോലീസിന്റെ അല്ലെങ്കിൽ വിവരം പോലീസുകാർക്ക് ലഭിക്കുന്ന വളരെ വിരളമാണ്. അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് സിനിമാ താരങ്ങളുടെ കാരവൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ, DJ പാർട്ടികളിൽ എല്ലായിടത്തും ആവശ്യമെങ്കിൽ കയറാൻ ഞങ്ങൾ തയ്യാറാണ്, അത് ഞങ്ങൾ കയറിയിരിക്കുമെന്ന് കൃത്യമായി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. എന്തായാലും നമ്മുടെ സമൂഹത്തെ, യുവത്വത്തെ ഒരു അർബുദം പോലെ രാസലഹരി കാർന്നു തിന്നുമ്പോൾ പ്രതിരോധത്തിന്റെ ചങ്ങലയിട്ട് അതിനെ പൂട്ടുക എന്ന ഉത്തരവാദിത്തമാണ് കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. കയ്യടി അർഹിക്കേണ്ട പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ ഈ പദ്ധതിയുടെ അംബാസഡറായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, എറണാകുളം പോലെയുള്ള ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്ന് പഠനാവശ്യത്തിനും ജോലി ആവശ്യത്തിനും എത്തുന്ന ചെറിയ കുട്ടികൾ, അതായത് 25, 23 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം രാസലഹരി ഉപയോഗിച്ചും രാസലഹരി വിൽപ്പന നടത്തിയും പോലീസിന്റെ പിടിയിലാകുന്ന വാർത്തകൾ നമ്മൾ നിത്യേന കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഈ ചെറുപ്പക്കാരെ രാസലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതോടൊപ്പം ഇവിടേക്ക് രാസലഹരികൾ എത്തിക്കുന്ന വൻകിട കണ്ണികളെ അമർച്ച ചെയ്യാൻ, അതിന്റെ വേരറുക്കാൻ പോലീസ് തയ്യാറാകണം. ബംഗളൂരു, മംഗലാപുരം, ഡൽഹി, ഹൈദരാബാദ് പോലെയുള്ള നഗരങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വ്യാപകമായി രാസലഹരി എത്തുന്നത്. അതിനോടൊപ്പം തന്നെ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നു, കൊക്കൈനും ഹെറോയിനും എത്തുന്നു. അതിന് മറുഭാഗത്ത് നിരോധിത പാൻ മസാല പോലെയുള്ള ഉൽപ്പന്നങ്ങൾ സുലഭമായി കേരളത്തിൽ റോഡരികിലടക്കം വിൽപ്പന നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു പരിധിവരെ, ഞാൻ ഇപ്പോഴും പറയുന്നു, 100% ഇതിനെ തുടച്ചു നീക്കുന്നത് പോയിട്ട് 10% പോലും ആയിട്ടില്ല. പക്ഷേ കൃത്യമായ നടപടികൾ പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തുനിന്ന് ആരംഭിച്ചതോടുകൂടി ഈ രാസലഹരിയുടെ കാരിയർമാരും വിൽപ്പനക്കാരും അടക്കമുള്ള ആളുകൾ അല്പം ഭയന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഓപ്പറേഷൻ തൂഫാൻ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഓപ്പറേഷൻ തൂഫാനിൽ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകും. അതിന് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ യുവത്വത്തെ അർബുദം പോലെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന രാസലഹരിയുടെ വേരറക്കുന്ന നടപടികൾ ഭരണാധികാരികളുടെയും അതോടൊപ്പം തന്നെ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കേരളത്തെ നമുക്ക് മോചിപ്പിക്കാൻ കഴിയും. രാസലഹരിയുടെ പിടിയിലമരാതിരിക്കാൻ നമ്മുടെ യുവത്വത്തെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം. എന്തായാലും വളരെ വലിയ ഒരു മുന്നേറ്റമായി കേരളത്തിൽ ഒരു തരംഗമായി ഓപ്പറേഷൻ തൂഫാൻ മാറുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും ഈ സർക്കാരിനും ഒരു കയ്യടി നൽകാമെന്ന കാര്യത്തിൽ തർക്കമില്ല.